എല്ലാവർക്കും ബെസ്റ്റ് ബെറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഇന്ന് നമ്മൾ ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞ ഒരു പുതിയ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ആയിട്ട് സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും, അവയുടെ നിയമം, അവയുടെ കോൺസെപ്റ്റ് എന്താണ്, ആ ചോദ്യങ്ങളിൽ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഷോർട്ട് ട്രിക്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ് ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്ന ഈ സീരീസ്. PSC പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ റൂളാണ് റൂൾ ഓഫ് പ്രോക്സിമിറ്റി. എന്താണ് റൂൾ ഓഫ് പ്രോക്സിമിറ്റി എന്ന് നോക്കാം. അതായത് ഒരു ചോദ്യത്തിൽ രണ്ട് സബ്ജക്റ്റുകളെ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവ കൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ബന്ധിപ്പിക്കുകയാണെങ്കിൽ, ഒന്നും കൂടെ പറയാം, ഒരു സെന്റൻസിൽ രണ്ട് സബ്ജക്റ്റുകളെ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവ കൊണ്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബ് അതിനടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മുടെ മെയിൻ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എഴുതാനായിട്ട്. ഒന്നും കൂടെ പറയാം, ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവ കൊണ്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് അതിന് അടുത്ത് സമീപത്തുള്ള നൗണിന് അനുസരിച്ച് വേണം അല്ലെങ്കിൽ സബ്ജക്റ്റിന് അനുസരിച്ച് വേണം നിങ്ങൾ വെർബ് എഴുതാനായിട്ട് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എഴുതാനായിട്ട്. ഒന്നുകൂടെ പറയാം, ഒരു സെന്റൻസിൽ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുന്ന സമയത്ത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ഇതിന് സമീപത്തുള്ള അല്ലെങ്കിൽ ഇതിനടുത്തുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് അനുസരിച്ച് വേണം ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതാനായിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എയ്തർ രാധിക ഓർ ഹർ ബ്രദേഴ്സ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദി മിസ്കണ്ടക്ട്. ഈ ചോദ്യത്തിൽ രാധിക എന്ന നൗണിനനുസരിച്ചാണ് വെർബ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഈസ് എന്ന് എഴുതണം. എന്നാൽ ഹർ ബ്രദേഴ്സ് എന്ന നൗണിനനുസരിച്ചാണ് വെർബ് എഴുതുന്നതെങ്കിൽ ആർ എന്ന് എഴുതണം. അപ്പൊ നോക്കിയതിൽ എയ്തർ ഓർ ഇതുകൊണ്ടാണ് രണ്ട് നൗണുകളെ കണക്ട് ചെയ്തിരിക്കുന്നത്. രാധികയും ഹർ ബ്രദേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എയ്തർ ഓർ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ എയ്തർ ഓർ ഉപയോഗിക്കുമ്പോൾ വെർബിനോട് ചേർന്ന് കിടക്കുന്ന നൗണിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എഴുതാനുള്ളത്. ഇവിടെ നോക്കിയേ, വെർബ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഡാഷ്, ഇവിടെയാണ് നമ്മൾ വെർബ് എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന നൗൺ ഏതാണ്? ഈ ഹർ ബ്രദേഴ്സ് ആണ്. ഹർ ബ്രദേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഹർ ബ്രദേഴ്സ് ആണ് ഈ ഡാഷിനോട് അല്ലെങ്കിൽ ഈ വെർബിനോട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിലെ വെർബ് എഴുതാനായിട്ട്. അപ്പോൾ ഹർ ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്, ബഹുവചന രൂപമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് പ്ലൂറൽ ഫോം വരുന്നത്? ആറാണ് പ്ലൂറൽ ഫോം വരുന്നത് അല്ലെ. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലൂടെയും ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. അപ്പോൾ ഇവിടെ ഹർ ബ്രദേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം വന്നതുകൊണ്ട് വെർബും എന്തെഴുതണം? പ്ലൂറൽ ഫോം എഴുതണം. അപ്പോൾ ആർ. അപ്പോൾ ഇവിടെ ആൻസർ 6 എഴുതും. അപ്പോൾ എയ്തർ രാധിക ഓർ ഹർ ബ്രദേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി മിസ്കണ്ടക്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നോട്ട് ഓൺലി യു ബട്ട് ആൾസോ ആകാശ് ഡാഷ് പ്രസന്റ് ഹിയർ. ഈസ് ആണോ ആറാണോ വരുന്നത്? നിങ്ങൾ വെർബ് യുവിനനുസരിച്ച് എഴുതുകയാണെങ്കിൽ ആർ എന്ന് എഴുതണം. ആകാശിനനുസരിച്ചാണ് എഴുതുന്നതെങ്കിൽ ഈസ് എന്ന് എഴുതണം. ഇവിടെ നോക്കി, നോട്ട് ഓൺലി ബട്ട് ആൾസോ. അപ്പൊ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇതുപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർബിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഓക്സിലറി വെർബിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെർബ് എഴുതാനായിട്ട്. ഇവിടെ വെർബിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ആകാശ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അല്ലെ. ഈ സബ്ജക്റ്റ് ആണ് വെർബിനോട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ആകാശിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ വെർബ് എഴുതാൻ. ആകാശ് എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈസ് എന്ന് പറയുന്ന വെർബ് എഴുതും. ഈസ് എന്ന് പറയുന്ന വെർബ് എഴുതും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. നെയ്തർ ഐ നോർ മൈ സിസ്റ്റേഴ്സ് ഡാഷ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. വാസ് ആണോ വേർ ആണോ എഴുതാനുള്ളത്. അപ്പൊ നെയ്തർ നോർ ഉപയോഗിച്ച്
നെയ്തർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ കണക്ട് ചെയ്യുമ്പോൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ വെർബ് എഴുതാനായിട്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റും ഉണ്ട്, മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഉണ്ട്. ഇവിടെ വെർബിന് അടുത്തായിട്ട് കിടക്കുന്ന നൗണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണ്? മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, മൈ സിസ്റ്റേഴ്സ്. അപ്പൊ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വെയർ ആണ് വരുന്നത്. മൈ സിസ്റ്റേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വെയർ എന്ന ഹെൽപ്പിംഗ് വെർബ് നമ്മൾ ഇവിടെ എഴുതും. നാലാമത്തെ ചോദ്യം നോക്കാം. ദെയർ ഡാഷ് വാസ് അല്ലെങ്കിൽ വെയർ നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദി ടീച്ചർ. നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചു വെക്കാറുണ്ട് എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൽസോ എന്നിവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം എന്ന് നമ്മൾ സാധാരണ പഠിച്ചു വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാലുള്ള ദോഷം, ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കും. കാരണം രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ അറിയാം രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ ടീച്ചർ ആണ്. അപ്പൊ ദ ടീച്ചറിനനുസരിച്ചുള്ള വെർബ് ഏതിനകത്ത്? വാസ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ വാസ് എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ വാസ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണ്? റൂൾ ഓഫ് പ്രോക്സിമിറ്റി അനുസരിച്ച് എവിടെയാണോ വെർബ് വരുന്നത് അതിന് അടുത്തുള്ള സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ ആ വെർബ് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എഴുതാനായിട്ട്. ഇവിടെ നോക്കിയേ, നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദി ടീച്ചർ എന്നാണ്. അപ്പൊ ഇതില് വെർബിന് അടുത്തുള്ള സബ്ജക്റ്റ് ഏതാണ്? ദി സ്റ്റുഡൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണുള്ളത് അല്ലെ? വെർബിന് അടുത്ത് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് ആണുള്ളത്. അപ്പൊ ദ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമിലുള്ളതാണ്. അപ്പൊ നമുക്ക് വെയർ എഴുതാം അല്ലെ? പ്ലൂറൽ ഫോം വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെയർ എന്ന ആൻസർ എഴുതണം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. എയ്തർ അപ്പു ഓർ ഐ ഡാഷ് ടു ബ്ലെയിം. ഓപ്ഷൻസ് ഈസ്, ആം, ആർ, നൺ. എയ്തർ ഓർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ വെർബിന് അടുത്തുള്ള സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാനായിട്ട്. ഇവിടെ വെർബിന് അടുത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വെർബ് വരുന്നത്. അതിനടുത്തുള്ള സബ്ജക്റ്റ് ഐ ആണ്. ഈ ഐക്ക് അനുസരിച്ച് വേണം നമുക്ക് ഇവിടെ വെർബ് എഴുതാനായിട്ട്. അപ്പോൾ ഐക്ക് അനുസരിച്ചുള്ള വെർബ് ഏതാണ്? അപ്പോൾ ഐയുമായി പൊരുത്തപ്പെടുന്ന വെർബ് ഇതിനകത്ത് ഏതാണ്? ഐ ആം അല്ലെ? ഐ ഈസ് എന്നോ ഐ ആർ എന്നോ പറയത്തില്ല. ഐ ആം ആണ്. അപ്പോൾ ഐ ആം. അപ്പോൾ എയ്തർ അപ്പു ഓർ ഐ ആം ടു ബ്ലെയിം. ആറാമത്തെ ചോദ്യം. നെയ്തർ ദി ബോയ് നോർ ഹിസ് ബ്രദേഴ്സ് ഡാഷ് ഹാപ്പി. അപ്പൊ നെയ്തർ നോർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെർബ് ഇവിടെ ഇതിനടുത്തുള്ള ഹിസ് ബ്രദേഴ്സ് ഇതനുസരിച്ച് വേണം സബ്ജക്റ്റ് എഴുതും. ഹിസ് ബ്രദേഴ്സ് ഈ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാനായിട്ട്. ഹിസ് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ഇത് സിംഗുലർ ആണ്, സിംഗുലർ ആണ്, സിംഗുലർ. അപ്പൊ ആർ ഇതാണ് പ്ലൂറൽ ഫോമിൽ വരുന്നത്. അപ്പോൾ ആർ ഹാപ്പി അല്ലെ? ഹിസ് ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമിൽ വരുന്നതാണ്. അപ്പോൾ ആർ എഴുതും, ആർ ഹാപ്പി. റൂൾ ഓഫ് പ്രോക്സിമിറ്റി മനസ്സിലായെങ്കിൽ നമുക്ക് രണ്ടാമത്തെ റൂൾ നോക്കാം. കമ്മിറ്റഡ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം, ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതായത് നല്ല ആശയമായി ഉപയോഗിക്കാം, ഒരു മോശം ആശയമായിട്ടും കമ്മിറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ഇതിൽ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കമ്മിറ്റഡ് എന്ന് പറയുന്ന വാക്ക് പോസിറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർക്കണം. കമ്മിറ്റഡ് പോസിറ്റീവ് അർത്ഥത്തിൽ വന്നാൽ ടു എന്ന പ്രിപ്പോസിഷൻ ചേർക്കണം. എന്നാൽ കമ്മിറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഒരു മോശം അർത്ഥത്തിലാണ്, ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പ്രിപ്പോസിഷൻ ചേർക്കരുത്. നോ പ്രിപ്പോസിഷൻ. കമ്മിറ്റഡ് എന്ന വാക്കിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർക്കരുത്. അപ്പോൾ പോസിറ്റീവ് അർത്ഥത്തിൽ വന്നാൽ ടു എന്ന പ്രിപ്പോസിഷൻ ചേർക്കണം. എന്നാൽ നെഗറ്റീവ് അർത്ഥത്തിൽ വന്നാൽ പ്രിപ്പോസിഷൻ ചേർക്കരുത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹി ഹാസ് കമ്മിറ്റഡ് ഡാഷ് എ ക്രൈം. ഹി ഹാസ് കമ്മിറ്റഡ് ഡാഷ് എ ക്രൈം. ഇവിടെ ക്രൈം ഒരു കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ? കുറ്റം ചെയ്തിരിക്കുക, ക്രൈം ചെയ്തിരിക്കുക എന്നുള്ളത്. നെഗറ്റീവ് അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ എഴുതരുത്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? നോ പ്രിപ്പോസിഷൻ. നോ പ്രിപ്പോസിഷൻ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇവിടെ നോ പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ ഇവിടെ വരില്ല. രണ്ടാമത്തെ ചോദ്യം. ഹി ഈസ് കമ്മിറ്റഡ് ഡാഷ് ഹർ.
ഹി ഈസ് കമ്മിറ്റഡ് ഡാഷ് ഹെർ. അവളുമായി അവനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് ഏതർത്ഥത്തിൽ വരുന്നതാണ്? ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ വരുന്നതാണ്, നല്ല ഒരു ആശയമായിട്ട് വരുന്നതാണ് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ടു എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. കമ്മിറ്റഡ് ടു, ഹി ഈസ് കമ്മിറ്റഡ് ടു ഹർ. ഓക്കെ, ഇതൊരു പോസിറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഹി ഈസ് കമ്മിറ്റഡ് ഡാഷ് ഹിസ് വേർഡ്സ്. ഹി ഈസ് കമ്മിറ്റഡ് ഡാഷ് ഹിസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവനൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഈ സെന്റൻസ് വന്നേക്കുന്നത്. അവനൊരു വാക്ക് പറഞ്ഞാൽ പാലിക്കും എന്നുള്ളത് ഒരു പോസിറ്റീവ് അർത്ഥത്തിലുള്ള ആശയമാണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് അർത്ഥത്തിൽ കമ്മിറ്റഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. അപ്പൊ ഈ കമ്മിറ്റഡ് ടു ഹിസ് വേർഡ്സ് വരും. നാലാമത്തെ ചോദ്യം, ദേ കമ്മിറ്റഡ് ഡാഷ് എ മിസ്റ്റേക്ക്. ദേ കമ്മിറ്റഡ് ഡാഷ് എ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തെറ്റ് അല്ലെ. ഒരു തെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആശയമായിട്ടാണ് കണക്കാക്കുന്നത്. നെഗറ്റീവ് ആശയത്തിൽ കമ്മിറ്റഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. അപ്പോൾ നോ പ്രിപ്പോസിഷൻ. ഇവിടെ പ്രിപ്പോസിഷൻ വേണ്ട, നോ പ്രിപ്പോസിഷൻ ആണ് ഇവിടെ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, അവർ കൺട്രി ഈസ് കമ്മിറ്റഡ് ഡാഷ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അപ്പൊ സമാധാനത്തിന് വേണ്ടി നമ്മുടെ രാജ്യം നിലകൊള്ളുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ സമാധാനത്തിനായി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആശയമാണ്, ഒരു നല്ല ആശയമാണ് അല്ലെ. അപ്പോൾ ഒരു പോസിറ്റീവ് ആശയമാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ടു എന്ന പ്രിപ്പോസിഷൻ ചേർക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ കമ്മിറ്റഡ് ടു ആണ്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.